നമസ്കാരം, ഞാൻ ബിജീഷ് വള്ളൂർ. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി വരും ആഴ്ചകളിൽ, വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് ട്രെൻഡ് എന്താണ്, സപ്പോർട്ട് ഏതാണ്, ഇതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നിഫ്റ്റിയുടെ ഒരു കറണ്ട് ഒരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം. കറണ്ട് ഒരു സിറ്റുവേഷൻ പോസിറ്റീവ് ആണ്. നമ്മളിവിടെ സൂചിപ്പിച്ചിരുന്നതാണ്. നമ്മൾ ഓരോ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ എത്തിയപ്പോഴും എക്സാക്റ്റ് ആയിട്ടുള്ള റിവേഴ്സൽ പോയിന്റുകളൊക്കെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. പക്ഷെ എക്സാക്റ്റ് ആയിട്ട് ഒരു ബൈര ഒരു സെന്റിമെന്റിലാണ് 26,010 മുകളിൽ ബൈര ഒരു സെന്റിമെന്റിലാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. 25,975 സ്റ്റോപ്പ് ലോസ്. നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 26,200 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഏരിയയുടെ തൊട്ട് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിഫ്റ്റിനെ വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാം. നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആണെങ്കിൽ നിഫ്റ്റിക്ക് 26,200 കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പൊ 200 റേഞ്ചിന്റെ അവിടെ നിലനിൽക്കുന്നില്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ ട്രെൻഡ് സ്റ്റിൽ പോസിറ്റീവ് ആണ്. പക്ഷെ റിവേഴ്സൽ ഏരിയ എന്ന് പറയുന്നത് 25,800 800-നും 900-നും ഇടയിലാണ്. ഈ റേഞ്ചിലാണ് നിഫ്റ്റിയുടെ റിവേഴ്സൽ ഏരിയ വരാൻ പോകുന്നത്. എക്സാക്റ്റ് ആയിട്ട് നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. പക്ഷെ ഇപ്പോഴത്തെ ഒരു കറണ്ട് ട്രെൻഡ് ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് 26,210 അടുത്താണ് സ്ട്രോങ് റെസിസ്റ്റൻസ്. ഇൻട്രാഡേ ലെവൽ എക്സാക്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് അപ്ഡേറ്റ് ചെയ്യാം. ഈ ഒരു ലെവൽ നിലനിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിന്റെ ഒരു സാധ്യതയുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു മുകളിൽ വീണ്ടും ബൈയുടെ ഒരു സെന്റിമെന്റ്. പക്ഷെ ഇത് ജസ്റ്റ് ഒരു ഇൻട്രാഡേ ട്രെൻഡിൽ മാത്രമാണ്. നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ ഏരിയ ഈ ഒരു റേഞ്ച് ആണ്. അപ്പൊ ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് ഒരു ബൗൺസിനും ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആയാലും സ്റ്റിൽ പോസിറ്റീവ് തന്നെയാണ്. പക്ഷെ ഇത് ഈ ഒരു സപ്പോർട്ട് ഇതൊരു സപ്പോർട്ടാണ്. അതായത് ഈ ഒരു ലെവൽ ഒരു സപ്പോർട്ടാണ്. ഈ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ വീണ്ടും ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസിന് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇൻട്രാഡേയിൽ ഇതിന്റെ ഒരു താഴെ നിലനിർത്തിയാലും പ്രോഫിറ്റ് ബുക്കിംഗ് വരും. അടുത്തൊരു സപ്പോർട്ട് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഫിൻ നിഫ്റ്റിയുടെ സിറ്റുവേഷനും ഈ ഒരു ലെവലാണ് സപ്പോർട്ട് വരുന്നത്. ഇപ്പോൾ വരും ദിവസങ്ങളായാലും ഈ ഒരു സപ്പോർട്ട് ഒരു താഴെ നിലനിർത്തിയാൽ പ്രോഫിറ്റ് ബുക്കിന് ഒരു സാധ്യതയുണ്ട് ഇൻട്രാഡേ ലെവലിൽ. അല്ലെങ്കിൽ ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈക്കാണ് സാധ്യത. പക്ഷെ നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏതാണ്, റെസിസ്റ്റൻസ് ഏതാണ്, നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ട്രെൻഡ് മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. നിഫ്റ്റിനെ വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യാനായിട്ട് റെസിസ്റ്റൻസ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് കാണുന്നത് 26,205, 26,030 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് ബൈര ഓപ്പർച്യൂണിറ്റി. 26,205 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ടായിരിക്കണം ബൈര ഓപ്പർച്യൂണിറ്റി. 205-ന്റെ താഴെ സസ്റ്റെയിൻ ചെയ്ത് 205-ന്റെ താഴെ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും പ്രോഫിറ്റ് ബുക്കിങ്ങിന് ഒരു സാധ്യത നിഫ്റ്റിയിൽ കാണണം. ഈ ഒരു റേഞ്ചിൽ നിന്ന് ചെറിയ ടൈം ഫ്രെയിമിലോ, അതായത് റെസിസ്റ്റൻസ് ഏരിയയുടെ അടുത്തുനിന്ന് ചെറിയ ടൈം ഫ്രെയിമിലോ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഈ ഏരിയയിൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ലോവർ ലെവൽ അടുത്തൊരു സപ്പോർട്ട്, ഈ ചെറിയൊരു സപ്പോർട്ട് ഇവിടെ കാണുന്നുണ്ട്. 26,150 സപ്പോർട്ട് കാണുന്നുണ്ട്. പക്ഷെ അത് സ്ട്രോങ് സപ്പോർട്ട് അല്ല. 26,095, 26,100-ന്റെ അടുത്താണ് പിന്നെ സപ്പോർട്ട് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ 26,030, 26,010 ഇതാണ് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട്. 26,010-ന്റെ താഴത്തേക്ക് ക്ലോസിംഗ് ലെവൽ നിലനിർത്തി കഴിഞ്ഞാൽ ഹയർ ലെവലിൽ നിന്നുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. 26,800-ന്റെ അടുത്താണ് പിന്നെ അടുത്തൊരു സപ്പോർട്ട് വരുന്നത്. അപ്പോൾ നിഫ്റ്റി ഈ ഒരു ലെവലാണ് ഓപ്പൺ ചെയ്യുന്നത്. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 26,010, 26,030-ന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ബൈര ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അടുത്ത റെസിസ്റ്റൻസ് വരെ മൂവ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. 26,095-ന്റെ മുകളിലും സസ്റ്റെയിൻ ചെയ്താൽ ഈ ഒരു ലെവൽ വരെ മൊമെന്റത്തിന് ഒരു സാധ്യതയുണ്ട്. ഓപ്പൺ ചെയ്യുന്ന ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നാലും ചെറിയ ഷോർട്ട് സെല്ലിന് തന്നെയാണ് സാധ്യത. ബൈര ഓപ്പർച്യൂണിറ്റി 26,030-ന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാതെ ബൈര ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ഈ റേഞ്ച് കുറച്ചൊരു കൺജസ്റ്റഡ് ഏരിയ ആണ്. ഈ റേഞ്ചിൽ ബൈര ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നത് സേഫ് അല്ല. നല്ല സപ്പോർട്ട് ചെയ്യുന്ന ബൈര ഓപ്പർച്യൂണിറ്റി കിട്ടുമെങ്കിൽ യൂട്ടിലൈസ് ചെയ്താൽ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഇൻട്രാഡേ ലെവലിലാണ് പറയുന്നത്. പക്ഷെ ഈ ഒരു ഹയർ ലെവല് ബൈക്കിലെ ഓപ്പർച്യൂണിറ്റി അവോയ്ഡ് ചെയ്യുക. ഇൻ കേസ് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്താലും ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 205-ന്റെ താഴെ മാത്രം നിലനിർത്തിയാലാണ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. അല്ലെങ്കിൽ ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈക്കാണ് സാധ്യത വരുന്നത്. വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് 205-ന്റെ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഹയർ ലെവലിൽ നിന്നുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നിഫ്റ്റിയിൽ സ്റ്റാർട്ട് ചെയ്യും. ഈ ഒരു ലെവല് കുറച്ചൊരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ് ക്ലോസിംഗ് ലെവലിലും ഇൻട്രാഡേ ലെവലിലും. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയുടെ ഇടയിലാണെങ്കിൽ റൈറ്റ് ഓപ്പർച്യൂണിറ്റി എപ്പോഴും റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്ന് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ റൈറ്റ് ഓപ്പർച്യൂണിറ്റി സപ്പോർട്ടിന്റെ അടുത്തുനിന്ന് കിട്ടുന്ന ബൈര ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാവുന്നതാണ്. ഇപ്പൊ നിഫ്റ്റിയിലായാലും ഇത്തരം സപ്പോർട്ട് അനുസരിച്ച് വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നോക്കാം.
ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആയാലും ഡെയിലി ടൈം ഫ്രെയിമിൽ ഇതൊരു സപ്പോർട്ട് ഏരിയയിലാണ്. അപ്പോൾ ഓപ്പണിംഗ് ലെവൽ ഈ ഒരു റേഞ്ചിലാണ്. ചെറിയ ടൈമിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി വന്നാൽ ഷോർട്ട് സെല്ലിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ബൈരോ ഓപ്പർച്യൂണിറ്റി നല്ല സപ്പോർട്ട് ചെയ്യുന്നുള്ള ബൈരോ ഓപ്പർച്യൂണിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഏരിയയുടെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയ നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി സിറ്റുവേഷൻ ആണെങ്കിൽ ഹയർ ലെവൽ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും ഷോർട്ട്സ് തന്നെ ഇമ്പോർട്ടൻസ് നൽകാവുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കാണുന്നത്. ഇൻട്രാഡേ ലെവലിൽ സിറ്റുവേഷൻ കാണുന്നത് ഡെയിലി എന്ന് പറയുന്ന ടൈം ഫ്രെയിമിൽ ട്രെൻഡ് പോസിറ്റീവ് ആണ്. നല്ല സപ്പോർട്ട് എന്നുള്ള ഒരു ബൈക്ക് മാത്രമാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത്. ഈ ഒരു ലെവലിൽ നിന്ന് ഷോർട്ട്സ് തന്നെ ഇമ്പോർട്ടൻറ്റ് നൽകാവുന്നതാണ്. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഈ ഒരു റെസിസ്റ്റൻസിന് മുകളിലാണ്, 54,100 മുകളിലാണ്. 100 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഉടനെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ലോവർ ലെവലിൽ ഇനി നല്ല സപ്പോർട്ട് കാണുന്നത് 53,400 ആണ്. 53,400 താഴെ 53,145 സപ്പോർട്ട് വരുന്നത്. അതിനുശേഷം 52,965, 52,850 ഇതൊക്കെയാണ് സപ്പോർട്ടുകൾ കാണുന്നത്. ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു ലെവലാണ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ബൈർ ഓപ്പർച്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻസ് നൽകുമ്പോൾ ശ്രദ്ധിക്കണം. ലുക്കായിട്ട് റെസിസ്റ്റൻസിന്റെ അടുത്ത് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തണം. ഈ ഒരു ഏരിയയിൽ ഷോർട്ട്സിന് ഇമ്പോർട്ടൻസ് നൽകുക. 54,100 റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് ഷോർട്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഈ റെസിസ്റ്റൻസ് ഏരിയയുടെ മുകളിലാണെങ്കിലും അതായത് 52,250 റെസിസ്റ്റൻസ് ഏരിയയുടെ മുകളിലാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ബൈര ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് 52,250 സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ഇതിന്റെ താഴെ നിന്നാൽ റിവേഴ്സ് ആകും. ഇതിന്റെ താഴെ നിന്ന് റിവേഴ്സ് 52,100 കൂടി ബ്രേക്ക് ചെയ്താൽ പ്രോഫിറ്റ് ബുക്കിന് തന്നെയാണ് സാധ്യത വരുന്നത്. ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയിൽ ഇത്തരം സപ്പോർട്ട് അനുസരിച്ച് മാനേജ് ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും ചെറിയ ടൈമിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി വന്ന് യൂട്ടിലൈസ് ചെയ്യുക. സപ്പോർട്ട് തൊട്ട് താഴെയാണ്. 53,400 എത്തുന്നവരെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിക്ക് മാത്രമാണ് ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ഈ ഒരു ലെവലും ഇനി അടുത്തൊരു സപ്പോർട്ട് 53,145 ആണ്. ബാങ്ക് നിഫ്റ്റിയിൽ ഇത്തരം സപ്പോർട്ട് അനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സാക്ട് ട്രെൻഡ് നിലനിൽക്കാനായിട്ട് സാധിക്കും. ഫിനിഫ്റ്റി നമുക്ക് നോക്കാം. ഫിനിഫ്റ്റി സിറ്റുവേഷൻ ആണെങ്കിലും സെയിം തന്നെയാണ്. ഹയർ ലെവൽ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 24,990 റെസിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ 25,040 റെസിസ്റ്റൻസ് ആണ്. രണ്ട് സ്ട്രോങ് റെസിസ്റ്റൻസുകളാണ്. 25,040 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റോപ്പ് ലോസ് ഇത് തന്നെയായിരിക്കണം. 24,990 തന്നെയാണ് സ്റ്റോപ്പ് ലോസ്. പക്ഷെ ഇതിന്റെ താഴെ നിന്ന് റിവേഴ്സ് ട്രേഡ് ചെയ്യണം. ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻസ് നൽകാം. ലോവർ ലെവൽ സപ്പോർട്ട് 24,850, അതുപോലെ തന്നെ 24,800. 800 സ്ട്രോങ് സപ്പോർട്ട് കാണുന്നത്. 24,850, 24,800. ഓപ്പൺ ചെയ്യുന്നത് 24,800 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ ഈ ഒരു ലെവൽ എത്തുമ്പോൾ ശ്രദ്ധിക്കണം. 24,600 അടുത്ത് ബൈർ ഓപ്പർച്യൂണിറ്റിക്കാണ് സാധ്യത. 580, 625. 580, 625 ലോവർ ലെവലിലെ നല്ല സപ്പോർട്ട് വരുന്നത്. നല്ല സപ്പോർട്ട് എന്നുള്ള ഒരു ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാവുന്നതാണ്. ഈ ഒരു ഏരിയ കുറച്ചൊരു കൺജസ്റ്റഡ് ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് ബൈ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടണമെങ്കിൽ 24,040 മുകളിൽ നിലനിന്ന ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റോപ്പ് ലോസ് 24,990 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഹയർ ലെവലിലേക്ക് റെസിസ്റ്റൻസ് ഹൈ ആണ്. കഴിഞ്ഞ ദിവസത്തെ ഒരു ഹൈ ആണ് റെസിസ്റ്റൻസ് വരുന്നത്. ഇതനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റിലെ വലിയ ദിവസമായിട്ട് ഒരു ദിവസം അപ്ഡേറ്റിൽ നമ്മൾ ലെവലുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.